ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ 2 ചേന വിത്തിൻ്റെ മണ്ണിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വെച്ചിട്ട് മണ്ണിൻ്റെ അകത്ത് ഞാൻ എങ്ങനെയാണ് നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടാ 2 ചേന വിത്തുണ്ട്. ഇത് രണ്ടും ഞാൻ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കൈക്കോട്ട് എടുക്കട്ടെ. കൈക്കോട്ട് എടുത്തിട്ട് കളിച്ചിട്ട് കുണ്ടാക്കിയിട്ട് നടണം. ഞാൻ ഇവിടെ കുണ്ട് കൊത്തട്ടെ. കുണ്ട് കൊത്തിയിട്ട് ഇത് വാരിയിട്ടിട്ട് നടാം. കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് കുണ്ട് കൊത്തുന്നത്. കണ്ടാ, ഇവിടെ കുണ്ട് കൊത്തിയിട്ട് കുണ്ടിൽ കോരിയിട്ടാണ് മണ്ണ് കോരി കൂട്ടുക ചെയ്യുക. അങ്ങനെയാണ് നടുക. ചപ്പും എല്ലാം വാരി ഇട്ടിട്ട് നടാനാണ് പരിപാടി. കണ്ടാ, നമ്മൾ വേഗൽ മാത്രമല്ലേ മണ്ണിലുള്ളത് നിങ്ങളെ കാണിച്ചതെന്നൊക്കെ വെച്ചിട്ടാ. വിത്തുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മണ്ണിൽ നടാൻ നോക്കുന്നത്. ഇതിവിടെ വാഴ നട്ട സ്ഥലമാണ്, അതുകൊണ്ട് വേഗം കിളച്ചാൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നടുന്നത്. ഇതെല്ലാം കെട്ടുപോയിന്, വാഴ പോയിപ്പോയിന്. കണ്ടില്ലേ, ഇതേപോലെ കുണ്ടെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വളങ്ങളെല്ലാം ചേർക്കുക. ഇതുപോലെ ആഴത്തിൽ കുണ്ടെടുക്കുക. ആഴത്ത് കുണ്ടെടുത്തിട്ട് മാത്രമേ അതിൽ നിറച്ചും തോലും വളവും നിറക്കണം. എന്നാലെന്നാ വെച്ചാൽ നല്ലപോലെ അതിൻ്റെ അകത്ത് ചേന കിരിയുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ കുണ്ടെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇതെല്ലാം ഭാര്യ നിറക്കട്ടെ. ഇതുപോലെ കുണ്ടെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഭാര്യ നിറക്കട്ടെ. കണ്ടില്ലേ, ഇതേപോലെ ഇതിനകത്ത് വാരി നിറക്കുക. ഇത് കണ്ടല്ലോ, ഒരേലില്ല ഇവിടെ കാണിക്കാൻ. കണ്ടാ, ഇതുപോലെ ഇവിടെ കൊണ്ടെടുത്തിട്ട് നടക്കുക. ഇത് കണ്ട, കണ്ടില്ലേ, ഇതേപോലെ തോല് കൊത്തി തറച്ചിട്ടിട്ട് നല്ലപോലെ തോല് ഇടണം. എന്നാലെന്ന് വെച്ചാൽ കീഞ്ഞോളും, മണ്ണിലും അല്ലേ. അപ്പോൾ ഇതേപോലെ തോല് വാരി നിറക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ തോലുണ്ട്, പുല്ലും കാടും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പൊടിച്ച് വന്നുകൊണ്ട് വാരി ഇടാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ചക്കരക്കേങ്ങിൻ്റെ തലയുണ്ട് ഇവിടെ. ഇതാ ഇതിൻ്റെ പിന്നെ ഫാഷൻ ബൂട്ടിൻ്റെ ഇതെല്ലാമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കാടും ചക്കരക്ക് മധുരക്കേങ്ങിൻ്റെ തലയുണ്ടായിരുന്നു ഇവിടെ കുറച്ച്, അത് വലിച്ചു കണ്ട. ഇത് കണ്ടില്ലേ, ചക്കരക്കേങ്ങിൻ്റെ തല, ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തും ഇട്ട് കൊടുക്കാം, എല്ലാം പച്ച കാണുന്നതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ തറച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടല്ലോ, ഇതുപോലെ ഇതാ ഇതല്ല ഇങ്ങനെ തന്നെ തറച്ചിട്ടിട്ട് കൊടുക്കണം. ആ തറച്ചിട്ടിട്ട് കൊടുക്കാഞ്ഞാലത് അത് ഒരു ഇത് ആക്കണ്ടേ, കുണ്ടിൽ നിറക്കണ്ടേ, അതിനായി തറച്ചിടുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിലിടുന്നെങ്കിൽ അങ്ങനെ തരിക്കൊന്നും വേണ്ട. പക്ഷേ ഇതിന് മണ്ണിട്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാ. ഇതുപോലെ ഇട്ടിട്ട് ഇനി കുറച്ച് വളം ഇടണം. വളം ഇട്ട് കൊടുക്കണം. ഞാൻ വളം എടുക്കട്ടെ. കുറച്ച് ചാരവും കുറച്ച് വളവും കൂടി ഞാൻ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഈ അടിയിൽ ചാരം ഇട്ട് കൊടുത്തിട്ട് ഇത് നനഞ്ഞു പോയിന് ചാരം, അതുകൊണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഈ വളം പൊടി വളവും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇല്ലേ, അത്രേ ഇടാനുള്ളൂ വളം. 2 എണ്ണം നടാനുണ്ട്, അതിൽ 2നും കൂടി ഇടാനാണ്. ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ
ഈ ഒരു വിത്ത് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് വെക്കാം. എന്താ ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് മണ്ണ് കോരി മൂടി കൊടുക്കാം. നമ്മൾ വലിയ കുതിര പോലെ ആക്കി കൊടുക്കുക ചെയ്യുക. നടുമ്പോൾ കാടാവിടെ തേച്ചും വെയിലും കൊണമില്ല. കിഴങ്ങ് കണ്ട, പത്താസ് കണ്ട, അടുത്ത് കളിക്കുമ്പോൾ കാട ആ മെരടിൻ്റെ അകത്ത് നിന്ന് ഞാൻ വിചാരിച്ച ഈ ഒന്നും ഇല്ലാന്ന്. ഉണ്ടല്ലേ ഇതേപോലെ വെച്ച് മൂടി ആ മണ്ണടക്കം നമ്മൾ മൂടി അങ്ങ് കൊടുത്തേക്കുക. ഉണ്ടല്ലേ ഇതേപോലെ കൂനൽ പോലെ വലിയ തോതിൽ അങ്ങ് മൂടി കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്കിപ്പം വളം കൊടുത്തിട്ട് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. എത്ര വളം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഉണ്ടല്ലേ ഇതേപോലെ മൂടിയിട്ട് കൊടുക്കുക. ഉണ്ടല്ലേ ഞാൻ എനിക്ക് ചാക്കിൽ ഇടാന്ന് വെച്ചാൽ 40% കുറവായിട്ടാണ് ഞാൻ ചാക്കിൽ പെനി നടാത്. പിന്നെ അതുകൊണ്ട് വിചാരിച്ച് കുറച്ച് മണ്ണിൽ നടാം. ഒരു 2 എണ്ണം നോക്കിയിട്ട് മണ്ണിൽ നട്ടാലേ നല്ലോണം കേങ്ങുണ്ടാവുമല്ലോ. ഇതേപോലെ നട്ടു കൊടുത്താലേ നല്ല വലിയ തോതിൽ നടണം. എന്താ ഇതേപോലെ മണ്ണ് മൂടി കൊടുക്കുക. കണ്ടില്ലേ ഇതേപോലെ നമുക്ക് വെച്ച് മണ്ണ് മൂടി കൊടുക്കാമല്ലോ. ഉണ്ടല്ലേ ഇതേപോലെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ആ ഒന്നേ നിങ്ങളെ കാണിക്കുന്നില്ലോ. ഇതിപ്പോൾ കണ്ടില്ലതാ, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട ഇതേപോലെ ഇത്ര വീതിയിൽ നട്ടു കൊടുത്താൽ നല്ലോണം ചേനയ്ക്ക് നമുക്ക് കിളക്കുമ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക. സബ് ചെയ്യാത്തവരാണ് സബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.